ഹലോ മൈ ഡിയേഴ്സ്, ഗുഡ് ഈവനിങ്. ഇന്നത്തെ റീഡിങ്ങിൽ നമ്മൾ നോക്കാൻ പോകുന്നത് വരുന്ന 7 ദിവസത്തിനുള്ളിൽ 7 days, അതാണ് നമ്മളുടെ ലോക്ക്. വരുന്ന 7 ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ ലൈഫിൽ വരാൻ പോകുന്ന മാറ്റങ്ങൾ, നിങ്ങൾക്ക് പ്രപഞ്ചം തരുന്ന ബ്ലെസ്സിങ്സ് എന്തൊക്കെയാണെന്നുള്ളതാണ്. സോ ഇപ്പോഴത്തെ നിങ്ങളുടെ സിറ്റുവേഷൻ എന്തൊക്കെയാണെങ്കിലും വരുന്ന 7 ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് വരാൻ പോകുന്ന ആ ഒരു അപ്ഡേറ്റ് നമുക്ക് നോക്കാം. ഇതൊരു കളക്റ്റീവ് ആൻഡ് ജനറൽ റീഡിംഗ് ആണ്. അതുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും എല്ലാവർക്കും റെസണേറ്റ് ആവണമെന്നില്ല. നിങ്ങൾക്ക് കിട്ടുന്ന പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ, നിങ്ങൾക്ക് ഈ റീഡിങ്ങിൽ നിന്നും റെസണേറ്റ് ആവുന്ന കാര്യങ്ങൾ അപ്പോൾ തന്നെ നിങ്ങൾ ക്ലെയിം ചെയ്യുക. ആൻഡ് നമുക്ക് ടാരോയോട് ചോദിച്ചു നോക്കാം, എന്താണ് വരുന്ന 7 ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ പോകുന്ന ആ ഒരു വലിയ മാറ്റം എന്ന് നോക്കാം. റീഡിംഗ് ഫോർ മൈ ഓഡിയൻസ്, റീഡിംഗ് ഫോർ മൈ സബ്സ്ക്രൈബേഴ്സ്, എന്താണ് എൻ്റെ പ്രേക്ഷകരുടെ ലൈഫിലേക്ക്, നിങ്ങൾ ഓരോരുത്തരുടെയും ലൈഫിലേക്ക് വരാൻ പോകുന്ന ആ ഒരു വലിയ മാറ്റം, എന്ത് ലൈഫ് ചേഞ്ചിങ് കാര്യമാണ് നിങ്ങളുടെ ലൈഫിൽ ഈ ഒരാഴ്ചയ്ക്കുള്ളിൽ 7 ദിവസത്തിനുള്ളിൽ, നിങ്ങൾ എപ്പോഴാണ് ഈ റീഡിംഗ് കാണുന്നത് അന്ന് തൊട്ട് 7 ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ ലൈഫിൽ വരാൻ പോകുന്ന ആ ഒരു മാറ്റം എന്താണെന്ന് നോക്കാം. സോ കാർഡ് നമ്പർ 1, എന്ത് മാറ്റമാണ് നിങ്ങളുടെ ലൈഫിൽ വരുന്നത്. ആൻഡ് കാർഡ് നമ്പർ 2, നിങ്ങളുടെ ലൈഫിൽ വരാൻ പോകുന്ന ഒരു മാറ്റം, ആ ഒരു വലിയ ട്രാൻസ്ഫർമേഷൻ എന്താണ് നോക്കാം. കാർഡ് നമ്പർ 3, നിങ്ങളുടെ ആ ഒരു വലിയ മാറ്റം എങ്ങനെയുള്ളൊരു മാറ്റമായിരിക്കും, എല്ലാം നമുക്ക് ഈ ഒരു റീഡിങ്ങിലൂടെ ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കും. എങ്ങനെയാണ് നിങ്ങളുടെ ലൈഫിൽ ആ ഒരു മാറ്റം വരാൻ പോകുന്നത്, നിങ്ങളുടെ ആ ഒരു മാറ്റം. ആൻഡ് ദ ഫൈനൽ കാർഡ്, എന്ത് മാറ്റമാണ് നിങ്ങളുടെ ലൈഫിൽ വരാൻ പോകുന്നത്, എന്ത് ബ്ലെസ്സിങ് ആണ് പ്രപഞ്ചം നിങ്ങൾക്ക് തരാൻ വേണ്ടി പോകുന്നത്, എന്ത് ബ്ലെസ്സിങ് ആണ് പ്രപഞ്ചം നിങ്ങൾക്ക് വേണ്ടി തരാൻ പോകുന്നത്. ഓക്കെ, സോ നമുക്ക് കാർഡ്സ് എടുത്തിട്ടുണ്ട്, നമുക്കൊന്ന് റിവീൽ ചെയ്ത് നോക്കാം. കാർഡ് നമ്പർ 1, കാർഡ് നമ്പർ 2, കാർഡ് നമ്പർ 3, കാർഡ് നമ്പർ 4 ആൻഡ് കാർഡ് നമ്പർ 5. വെരി നൈസ്. സോ ഇതാണ് നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള കാർഡ്സ്. ആൻഡ് നിങ്ങളുടെ ബോട്ടം ഓഫ് ദി ഡെക്ക് തന്നിരിക്കുന്നത് ദ ചാരിയറ്റ് എന്ന് പറയുന്ന കാർഡാണ്. നിങ്ങളുടെ ലൈഫിൽ നിങ്ങളുടെ എനർജി പല വഴികളിലൂടെ സ്പ്രെഡ് ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങളുടെ ലൈഫിലേക്ക് ഒരു മാറ്റം എൻ്റർ ചെയ്യാൻ പോവാണ്. നിങ്ങളുടെ ഫോക്കസ് നിങ്ങൾക്ക് തിരിച്ചു കിട്ടാൻ പോവാണ്. ഓക്കെ, ഒരു വലിയ ലക്ഷ്യത്തിലേക്കുള്ള ഒരു യാത്ര നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഈ യാത്ര എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് പലപ്പോഴും നിങ്ങളുടെ മനസ്സിനെ വളരെയധികം നിയന്ത്രിച്ച് മുന്നോട്ട് പോകേണ്ടതായിട്ട് വരും. ഓക്കെ, അപ്പോൾ നിങ്ങളൊരു വലിയ കാര്യത്തിലേക്കാണ് നിങ്ങൾ പോകാൻ പോകുന്നത്. അതിനുവേണ്ടി നിങ്ങളുടെ യാത്ര ഇപ്പോൾ തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. നിങ്ങളുടെ മേജർ ബ്ലെസ്സിങ്സ് പറയുകയാണെങ്കിൽ, ഒന്നാമത്തെ കാര്യം, നിങ്ങൾക്ക് ഇതുവരെ ഉണ്ടായിരുന്ന പല തടസ്സങ്ങളും മാറാൻ പോവുകയാണ്. നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾക്കുണ്ടായിരുന്ന പേടികൾ, നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾക്കുണ്ടായിരുന്ന ഇല്യൂഷൻസ്, നിങ്ങൾക്ക് ഇല്ലാത്ത കാര്യങ്ങൾ ആലോചിച്ച് ടെൻഷൻ അടിക്കുക, അല്ലെങ്കിൽ നിങ്ങളുടെ ചുറ്റുപാടിനെ അല്ലെങ്കിൽ മറ്റുള്ള ആളുകളുടെ അഭിപ്രായമൊക്കെ നിങ്ങൾ നോക്കുന്നുണ്ടായിരുന്നെങ്കിൽ നിങ്ങൾക്ക് അതൊക്കെ ഒരു മാറ്റം നിങ്ങൾ കൊണ്ടുവരാൻ വേണ്ടി പോവുകയാണ്. നിങ്ങൾക്ക് മനസ്സിലായി തുടങ്ങി, നിങ്ങളുടെ വഴി നിങ്ങളുടെ മുന്നിൽ തന്നെ ഉണ്ട്, നിങ്ങൾ മൂവ് ചെയ്യണം എന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട്. ഇനി നിങ്ങൾ ഒരിക്കലും മുന്നിലുള്ള സാഹചര്യങ്ങളെ അല്ലെങ്കിൽ നിങ്ങളുടെ മുന്നിലുള്ള ആളുകളെ നിങ്ങൾ ഒരിക്കലും ഇനി പേടിക്കാൻ പോകുന്നില്ല. ഓക്കെ, നിങ്ങൾ ഇൻറ്റ്യൂഷൻസ് ഒക്കെ അവേക്കൻ ആവുന്ന ഒരു സമയമായിരിക്കും. നിങ്ങൾക്ക് നല്ല രീതിയിൽ ഇൻറ്റ്യൂഷൻസ് ഉണ്ടാവും. നിങ്ങളിനി എന്താണ് ചെയ്യുന്നത്, നിങ്ങളുടെ മുന്നോട്ടുള്ള വഴി എന്താണെന്ന് നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാകാൻ പോകുന്നൊരു സമയമായിരിക്കും. ഞാൻ പറഞ്ഞില്ലേ, നിങ്ങളുടെ ഫോക്കസ് തിരിച്ച് നിങ്ങൾ പിടിക്കാൻ പോവാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ആദ്യത്തേത് വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു കാർഡാണ് കിട്ടിയിരിക്കുന്നത്. നിങ്ങളുടെ ഇൻറ്റ്യൂഷൻസ് അവേക്കൻ ആവാൻ പോവാണ്. നിങ്ങൾക്കിനി അറിയാൻ പറ്റും നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്. ഇതുവരെ നിങ്ങൾ വഴി തടസ്സമായിട്ട് നിങ്ങൾക്ക് പല കാര്യങ്ങൾ നിന്നിട്ടുണ്ടായിരിക്കാം, നിങ്ങൾക്ക് തന്നെ അറിയുന്നുണ്ടാവില്ല നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന്. ഇതൊക്കെ ഇപ്പോൾ മാറാൻ പോവാണ്. ആൻഡ് കാർഡ് നമ്പർ 2 പറയുന്നത് നിങ്ങളുടെ ലൈഫിൽ ഒരു പ്രോസ്പെറിറ്റി എന്ന് പറയുന്നതിനേക്കാളും നിങ്ങൾക്ക് ആളുകളെ സഹായിക്കാനുള്ള ഒരു സാഹചര്യം വരാൻ പോവാണ്. ഇപ്പോൾ നിങ്ങൾ ആളുകളോട് സഹായം ചോദിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആളുകളെ സഹായിക്കാൻ പോലും പറ്റുന്ന സ്ഥിതിയിലുള്ള ഒരു സാമ്പത്തിക മാറ്റം നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകാൻ പോവാണ്. ഓക്കെ, നിങ്ങളുടെ സാമ്പത്തിക സാഹചര്യങ്ങളൊരു ബാലൻസ് വരാൻ പോവാണ്. നിങ്ങളുടെ റിലേഷൻഷിപ്പുകളിലൊരു ബാലൻസ് വരാൻ പോവാണ്. ഓക്കെ, സോ നിങ്ങൾക്ക് ഈ ഒരു എനർജി വളരെ പോസിറ്റീവായിട്ട് ക്ലെയിം ചെയ്യാൻ സാധിക്കും. കാരണം നിങ്ങൾക്ക് അത്രത്തോളം ഒരു നല്ലൊരു ബാലൻസ്ഡ് സ്റ്റേറ്റ് ആണ് ഇനി നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ പോകുന്നത്. അതുമായിട്ട് തന്നെ ഭയങ്കര റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കാർഡാണ് നിങ്ങൾക്ക് നെക്സ്റ്റ് 1 കിട്ടിയിരിക്കുന്നത്, സ്ട്രെങ്ത്.
നിങ്ങൾക്ക് ലൈഫിൽ ഫോക്കസ് വരാൻ പോവാണ്, നിങ്ങൾ നിങ്ങളുടെ പേടിയെ മാറ്റാൻ പോവാണ്. ഇതൊക്കെ നിങ്ങളുടെ ലൈഫിൽ നിങ്ങളുടെ ഇന്നർ സ്ട്രെങ്ത് പുറത്ത് കൊണ്ടുവരാൻ പോവാണ്. നിങ്ങളുടെ യഥാർത്ഥത്തിലെ നിങ്ങളുടെ ആ ഒരു മനഃശക്തി എന്താണ്, നിങ്ങളുടെ എല്ലാ സാഹചര്യങ്ങളും, നിങ്ങളിപ്പോൾ ഏത് സാഹചര്യത്തിൽ ജീവിക്കുകയാണെങ്കിലും ശരി, നിങ്ങൾ എത്രത്തോളം വിഷമിക്കുകയാണെങ്കിലും ശരി, നിങ്ങളുടെ ഉള്ളിൽ വളരെയധികം ലിമിറ്റ്ലെസ് പൊട്ടൻഷ്യൽ ഉള്ളൊരു വ്യക്തിയാണ് നിങ്ങൾ. നിങ്ങളുടെ ആ ഒരു പൊട്ടൻഷ്യൽ നിങ്ങൾ പുറത്തെടുക്കാൻ പോവാണ്. കൃത്യമായ യൂണിവേഴ്സിൻ്റെ സപ്പോർട്ടോടുകൂടി ഇൻഫിനൈറ്റ് പൊട്ടൻഷ്യലാണ് ശരിക്കും നിങ്ങൾക്കുള്ളത്. അനന്തമായ സാധ്യതകളാണ് നിങ്ങളുടെ ലൈഫിലുള്ളത്. ജീവിതത്തിൽ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുന്ന ഒരു വ്യക്തിയാണ്, ഒരുപാട് മനഃശക്തിയുള്ളൊരു വ്യക്തിയാണ്. ചിലപ്പോൾ നിങ്ങൾ ഇന്ന് ഈ സാഹചര്യത്തിൽ ജീവിക്കുന്നത് പോലും നിങ്ങളുടെ മനഃശക്തി കൊണ്ട് മാത്രമായിരിക്കും. അത്രത്തോളം പൊട്ടൻഷ്യൽ ഉള്ളൊരു വ്യക്തിയാണ്. അപ്പോൾ അത് നിങ്ങൾ ഉപയോഗിക്കാൻ പോവുകയാണ്. ഇത്രയും നാളെ നിങ്ങളത് സൂക്ഷിച്ച് വെച്ചിരുന്നു, അല്ലെങ്കിൽ നിങ്ങൾക്ക് മാത്രം അറിയാവുന്നൊരു കാര്യമായിട്ട് അത് നിങ്ങളുടെ ഉള്ളിൽ നിലനിന്നിരുന്നെങ്കിൽ ഇന്നിനി നിങ്ങൾ മുന്നോട്ട് യാത്ര തുടങ്ങാൻ പോവാണ്. നിങ്ങൾ അത് ഉപയോഗിച്ച് നിങ്ങളുടെ ലൈഫിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ വേണ്ടി പോവാണ്. ഇതൊരു പഠനയാത്രയായിരിക്കും. ചില ആളുകളുമായിട്ട് നിങ്ങൾക്ക് കൊളാബറേറ്റ് ചെയ്യേണ്ടി വരും. നിങ്ങൾ ഈ യാത്രയിൽ ഒരുപാട് കാര്യങ്ങൾ പഠിക്കും. അത് നിങ്ങളുടെ നല്ലതിന് വേണ്ടിയിട്ടുള്ള ഒരു പഠനമായിരിക്കും. ചില ആളുകൾ പറയുന്ന കേൾക്കാൻ നിങ്ങൾ ശ്രമിക്കണം. നിങ്ങളുടെ ഫീൽഡിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ ചെയ്ത ആളുകൾ പറയുന്നത് കേൾക്കാൻ നിങ്ങൾ ശ്രമിക്കുക. അവരുടെ അഭിപ്രായങ്ങൾ തേടുക. പക്ഷേ എപ്പോഴും നിങ്ങൾക്കൊരു ഇന്നർ സ്ട്രെങ്ത്, നിങ്ങളുടെ ഫൈനൽ ഡിസിഷൻ എന്ന് പറയുന്നത് എപ്പോഴും നിങ്ങളുടേതായിരിക്കണം. ഓക്കെ, ചില ആളുകളുമായിട്ട് ഇൻവോൾവ് ചെയ്യേണ്ടി വന്നേക്കാം, ചില ആളുകളിൽ നിന്ന് പഠിക്കേണ്ടതായിട്ട് വന്നേക്കാം. അങ്ങനെയുള്ളൊരു സാഹചര്യങ്ങളിൽ കൂടി നിങ്ങൾ കടന്നു പോയെന്ന് വരും. അതായത് ഒരു സ്കിൽ ഡെവലപ്മെൻറ്റിനൊക്കെ ചാൻസ് ഉണ്ട്. നിങ്ങൾ ഒരുപാട് കാലമായിട്ട് ആഗ്രഹിച്ച എന്തെങ്കിലും കോഴ്സുകളുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പോൾ മനസ്സ് ഫോക്കസ് ചെയ്ത് അതിലേക്ക് തന്നെ നിങ്ങൾ പോകുന്നുണ്ടായിരിക്കാം. അല്ലെങ്കിൽ നിങ്ങളങ്ങനെ ആഗ്രഹിച്ചിട്ട് ചെയ്യാതിരിക്കുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കുക, അത് ചെയ്യാനുള്ള സമയം നിങ്ങൾക്ക് എത്തിയിട്ടുണ്ട്. സോ നിങ്ങൾക്ക് ഫോക്കസ്ഡ് ആയിട്ട് അതിലേക്ക് പഠിക്കാനായിട്ട് ഇറങ്ങാം. അതിന് പറ്റുന്നൊരു സമയമാണിപ്പോൾ. നിങ്ങളുടെ കരിയറുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു സ്കിൽ നിങ്ങൾ ഡെവലപ്പ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് അല്ലെങ്കിൽ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ സമയമായി എന്ന് നിങ്ങളിപ്പോൾ മനസ്സിലാക്കുക. അതുപോലെ നിങ്ങൾ ഈ ഒരു യാത്രയിലേക്ക് ഇറങ്ങുന്ന സമയത്ത് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ, അല്ലെങ്കിൽ നിങ്ങൾ ഒരു കാര്യം ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ നിങ്ങളൊരു മാറ്റത്തിന് വേണ്ടി ആഗ്രഹിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ തടസ്സമായിട്ട് നിൽക്കുന്നത് നിങ്ങളുടെ ഏറ്റവും അടുത്ത ആളുകൾ തന്നെയായിരിക്കും. മേ ബി നിങ്ങളുടെ ഫാമിലി, നിങ്ങളുടെ അടുത്ത ഫ്രണ്ട്സ്, നിങ്ങളുടെ കൊളീഗ്സ്, അവരൊക്കെ തന്നെയായിരിക്കും നിങ്ങൾ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ പോകുമ്പോൾ ഒരാവശ്യവും ഇല്ലാതെ വെറുതെ ഒരു തടസ്സം സൃഷ്ടിക്കുക, ചുറ്റുപാടും ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാകുക. അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ തന്നെ നിങ്ങൾക്ക് ഇതുവരെ ഉണ്ടായിരുന്ന ചില പ്രശ്നങ്ങൾ, അതായത് ചില പേടികൾ, അല്ലെങ്കിൽ നിങ്ങളുടെ ചില ഇന്നർ തോട്ട്സ്, അതായത് ശരിയായില്ലെങ്കിൽ, അല്ലെങ്കിൽ ഞാൻ മുന്നോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ തോറ്റുപോയാൽ എന്ത് ചെയ്യും, അങ്ങനെയുള്ള കുറേ ക്വസ്റ്റ്യൻസിൻ്റെ ഉത്തരങ്ങൾ നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലുണ്ട്. എന്ത് വന്നാലും നിങ്ങളത് ചെയ്യുക തന്നെ ചെയ്യും. ഇനി അത്തരം ആളുകൾ ഒരിക്കലും നിങ്ങളുടെ ആ ഒരു എനർജിയിലേക്ക് കടക്കാൻ നിങ്ങൾ അനുവദിക്കില്ല. അതിനുള്ളൊരു പ്രൊട്ടക്ഷൻ തീർക്കാൻ നിങ്ങൾ പഠിച്ചു, ഒരു ബൗണ്ടറി നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അതുപോലെ നിങ്ങളുടെ മനസ്സിലെ അനാവശ്യമായിട്ടുള്ള പേടികളും ചിന്തകളും, അനാവശ്യമായി നിങ്ങളുടെ മനസ്സിലുണ്ടാകുന്ന ഇന്നർ കോൺഫ്ലിക്ട്സ്, പ്രശ്നങ്ങൾ, നിങ്ങൾ സ്വയം ചിന്തിച്ച് സൃഷ്ടിക്കുന്ന പ്രശ്നങ്ങളൊക്കെ നിങ്ങൾ ഈ ഒരു യാത്രയിലേക്ക് പോകുന്ന സമയത്ത് നിങ്ങൾക്ക് മാറാൻ പോവാണ്. സോ വളരെ പോസിറ്റീവായിട്ടൊരു 7 days നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ സ്റ്റാർട്ട് ചെയ്യാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. നിങ്ങളുടെ മനഃശക്തി വീണ്ടെടുത്തുകൊണ്ട് നിങ്ങൾ പല നിർത്തിപ്പോയ കാര്യങ്ങളും, പലതും പേടിച്ചിട്ട് നിർത്തിപ്പോയ പല കാര്യങ്ങളും നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ചാൻസ് ഉണ്ട്. ഒരു റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിലാണെങ്കിൽ പോലും നിങ്ങൾ എന്തൊക്കെയോ ഓർത്ത് പേടി കൊണ്ട് അവിടെ തുടരുന്നുണ്ടെങ്കിൽ നിങ്ങൾ അവിടുന്ന് പുറത്ത് കടക്കാൻ സമയം ആയിട്ടുണ്ട്. നിങ്ങൾ മനഃശക്തി ഉപയോഗിച്ച് അവിടുന്ന് പുറത്ത് കടക്കും. നിങ്ങളുടെ ലൈഫിലൊരു ബാലൻസ് നിങ്ങൾ തന്നെ കൊണ്ടുവരും. നിങ്ങൾ എന്തൊക്കെ പഠിക്കാൻ ആഗ്രഹിച്ചോ നിങ്ങൾ പഠിക്കും. നിങ്ങളുടെ ഫൈനാൻസിൻ്റെ കാര്യത്തിലാണെങ്കിലും ശരി, ഒരു ബാലൻസ് വരാൻ പോവാണ്. സോ ഈ ഒരു റീഡിങ്ങിൽ എനിക്ക് മനസ്സിലാവുന്ന കാര്യം, നിങ്ങളുടെ ഉള്ളിലെ സ്ട്രെങ്ത് നിങ്ങൾ പുറത്തെടുക്കാൻ തീരുമാനിച്ചു എന്നുള്ളതാണ്. നിങ്ങൾ എന്തൊക്കെയോ കാര്യങ്ങൾ ഇപ്പോൾ തീരുമാനിച്ചിട്ടുണ്ട്, അത് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. ആ തീരുമാനം നിങ്ങളുടെ ശരിയായിട്ടുള്ള തീരുമാനമാണ്. അപ്പോൾ താങ്ക് യു സോ മച്ച്. മറ്റൊരു റീഡിങ്ങുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.